പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ജീസസ് യൂത്ത് മുന്നേറ്റത്തിലൂടെ നവീകരണ അനുഭവത്തിലേക്ക് വരികയും ഒരു വലിയ ദിവ്യകാരുണ്യ ഭക്തനായി മാറുകയും ചെയ്ത മുൻ ജീസസ് യൂത്ത് ഓൾ കേരള കോർഡിനേറ്റർ സിൻജോ പി കെ. ഞാൻ സിൻജോ, വീട് തൃശ്ശൂർ അതിരൂപതയിലെ മുക്കാട്ടുകര എന്ന് പറഞ്ഞ ഇടവകയിലാണ്. വീട്ടിൽ അപ്പൻ, അമ്മ, ചേച്ചി, അനിയത്തി ആണ് കുടുംബം. ഞാൻ എറണാകുളത്ത് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ, സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഇമ്മാനുവലിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഷാലോമിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ ഇങ്ങനെ പറയുന്നു: നിനക്ക് ആത്മനിയന്ത്രണത്തിന് കഴിയില്ലെന്ന മനപ്രയാസമുണ്ടെങ്കിൽ ലോകജീവിതത്തിൽ വിരോചിതമായ ആത്മസംയമനം പാലിച്ച ഈശോയുടെ ശരീരവും രക്തവും നിന്നെ പരിപോഷിപ്പിക്കട്ടെ. അത് നിന്നിൽ ആത്മസംയമനം ഉളവാക്കും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ യുവജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവരുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മോചനം ലഭിക്കുക, എവിടെയാണ് ഞങ്ങൾക്ക് ശരിക്കും രക്ഷയുണ്ടാവുന്നതെന്നൊക്കെ. ശരിക്കും വിശുദ്ധ കുർബാനയിലാണ് പൂർണ്ണമായി രക്ഷ എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് സിൻജോ. ഗലേഷ്യൻസ് 2:20 വചനം ഓർക്കാണ്, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയും സ്വീകരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ബോധ്യം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ലോകത്തിലുണ്ടാകുന്ന നമുക്ക് ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചില കഷ്ടതകളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾ ഈ യുദ്ധത്തിൽ നമുക്കുണ്ടാവാൻ ചാൻസ് ഉള്ള, എല്ലാവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ചും പോണോഗ്രഫി അഡിക്ഷൻ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യകാലങ്ങളിലേക്കും ഇത് വരണ സമയത്തേക്കും ഇങ്ങനത്തെ സിനിമകൾ കാണാനും പോൺ വാച്ച് ചെയ്യാനൊക്കെയായിട്ടും പോയിട്ടുണ്ട്. പക്ഷേ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്കൊരു അറിവ്, അതായത് യഥാർത്ഥമായ അറിവ് ലഭിക്കപ്പെട്ടപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ കൊല്ലുന്നു എന്നുള്ളതും ഇത് നമ്മളുടെ ബ്രെയിനാണ് കില്ല് ചെയ്യുന്നുള്ളതും ഈ അഡിക്ഷൻ നമുക്ക് എങ്ങനെ നോ പറയാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അതിലൂടെ ശക്തി വഴി എനിക്ക് പലപ്പോഴും എപ്പോഴും ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് 100% ഉറപ്പോടെ പറയാൻ പറ്റും. അപ്പോൾ അത് ജീവിതത്തിൽ മൊത്തം നമ്മുടെ ചിന്തകളെ മാറ്റിമറിച്ചതാണ്. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് സാധിക്കില്ല ജീവിതത്തിൽ, നമ്മുടെ ചില ബലഹീനതകൾ ചിലതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റൂല. പക്ഷേ ക്രിസ്തു നമ്മളിലേക്ക് വരുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ശക്തമായത്. സങ്കീർത്തനം 34:5 വചനം പറയുന്ന പോലെ അവിടത്തെ നോക്കിയവരെ പ്രകാശിതരായി. ദൈവത്തെ നോക്കുന്നവർക്ക് ഉണ്ടാവുന്നതാണ് പ്രകാശം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തിൻ്റെ ചില മേഖലകളേക്കും മാറ്റിമറിക്കാനൊക്കെ ആയിട്ട് വിശുദ്ധ കുർബാനയോട് സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ പീറ്റർ ജൂലിയാൻ എയ്മാർട്ട് ഇങ്ങനെ പറയുന്നു: നമ്മുടെ ആധ്യാത്മിക രോഗങ്ങളുടെ മാലിന്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന അഗ്നിയും നമ്മുടെ ജഡാഭിലാഷങ്ങൾക്കും പിശാചിനുമെതിരായി നമ്മളിരുന്ന് ദൈവം ചെയ്യുന്ന സമരവുമാണ് വിശുദ്ധ കുർബാന. എത്ര ശരിയാണല്ലേ! നമ്മുടെ ആധ്യാത്മിക രോഗങ്ങളുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്ന അഗ്നിയാണ് വിശുദ്ധ കുർബാന. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ ആധ്യാത്മിക രോഗങ്ങൾ. വെറുപ്പ്, അസൂയ, കുശുമ്പ്, ഒരുപാട് ആധ്യാത്മിക രോഗങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരഗ്നിയാണ് വിശുദ്ധ കുർബാന. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ദുബായിൽ ഒന്ന് പോകേണ്ടി വന്നു. ഞാനൊരു മാസത്തെ യാത്രയ്ക്കാണ് ദുബായ് പോയത്. ദുബായ് ചെന്ന് ഞാൻ തിരിച്ചു വരാനുള്ള പ്ലാനിലാണ് ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ പോയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വർക്കൗട്ടായില്ല. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ഞാൻ തിരിച്ചു വരാൻ നിൽക്കുമായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് അവിടെ 1-2 ഓഫറുകൾ വന്നപ്പോൾ ഞാൻ എൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജോലി വേറെ നോക്കിയൊക്കെ അവിടെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട്, പാക്കേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും ഇൻട്രസ്റ്റിംഗ് ആയി. പക്ഷേ ഞാൻ മാസത്തിൽ തിരിച്ചു വരാൻ വെച്ചിട്ടാണ് പോയത്. പക്ഷേ വിസ എക്സ്റ്റെൻഡ് ചെയ്തു ഒരു 3 മാസത്തെ കൂടി. ഒരു ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോൾ, ഫസ്റ്റത്തെ മാസം എൻ്റെ യാത്ര ചെയ്യാനുള്ള ട്രാവൽ ചെയ്യാനുള്ള പൈസയ്ക്ക് ഞാൻ കാർഡൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. മെട്രോയ്ക്ക് പോകാം, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയോടെ പങ്കെടുക്കാം
അങ്ങനെ അത് കഴിഞ്ഞ് ആദ്യത്തെ മാസം കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീസ എക്സ്റ്റെൻഡ് ചെയ്യണം, യാത്ര ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം, ഫോൺ റീചാർജ് ചെയ്യണം, ഭക്ഷണം കഴിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മാസം മിനിമം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പള്ളി വരെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 230 ദിർഹംസിന് മിനിമം യാത്ര ചെയ്യണം. ഓരോ മാസം അത്ര രൂപ ഞാൻ അതിന് കൂടാതെയാണ് ട്രാവലിംഗ് എക്സ്പെൻസും റെൻറ്റും ഒക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ വലിയൊരു കടത്തിൻ്റെ വക്കിലെത്തുന്ന ഉറപ്പായി. ആ സമയത്ത് ഞാൻ അങ്ങനെ ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്കൊരു ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമാവാതെ അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് പ്രൊജക്റ്റെല്ലാം കിട്ടാതെ ഞാൻ ഈ വിശുദ്ധ കുർബാനയ്ക്ക് പോകില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ വരാണ്. എന്നിട്ട് കർത്താവിനോട് പറയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ, ദൈവമേ ഞാനിങ്ങനെ കുർബാനയ്ക്ക് നിനക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, നീ എല്ലാം ചെയ്തു തരണം. പക്ഷെ എൻ്റെ ഉള്ളിലൊരു തോട്ട് വരാണ്, ഒരു ചിന്ത. അത് കഴിയുമ്പോൾ ഒരു സ്വരം ഞാൻ കേൾക്കുന്നതിൽ എനിക്ക് തോന്നി, നീ കിടപ്പിലാവുകയാണെങ്കിൽ, രോഗം വരികയാണെങ്കിൽ, നീ പൈസ ഇല്ലെങ്കിൽ നീ ആരെങ്കിലും കടം വാങ്ങും. ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും കൈ നീട്ടും. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് എന്തുകൊണ്ട് ആരോടെങ്കിലും ചോദിച്ചുകൂടാ? എന്തുകൊണ്ട് ദുരഭിമാനം മാറ്റി വെച്ച് പട്ടിണി എടുക്കുമ്പോൾ അതിന് അന്തസ്സ് കാണിക്കണം എന്നുള്ളൊരു ഒരു ചിന്ത വരാണ്. അപ്പോൾ ഞാനത് ആ ഒരു തോട്ട് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇനി ഓരോ മാസം വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ ഈ ദിർഹംസ് നമ്മൾ കളക്ട് ചെയ്യണം. അത് ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും, ഞാൻ തരേണ്ടി വരും. ഞാൻ കഴിഞ്ഞൊരു 4 മാസവും പ്ലസ് 3 മാസവും അങ്ങനെ ഒരു 7-8 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ദുബായിൽ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് പോയി വന്നു. എൻ്റെ വിശുദ്ധ കുർബാന ഒരു ദിവസം മാത്രം മുടങ്ങിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാൻ സാധിക്കും. കാരണം വെച്ചാൽ അന്ന് മുടങ്ങാൻ കാരണം ആ പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നില്ല. കുർബാന അനൗൺസ് ചെയ്ത് ഞാൻ ചെന്നു, പക്ഷേ കുർബാന അവിടെ നടന്നില്ല. പക്ഷെ ബാക്കി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്നുള്ളിൽ ഒരു ചിന്ത ഇതായിരുന്നു, അതായത് നമ്മൾ അഗ്നിയിൽ പെടാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മേത്തൊരു തീപിടുത്തുണ്ടാവുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിനടുത്തേക്ക് ഓടി ചെല്ലുമെന്ന് പറഞ്ഞ പോലെ ഈ പാപത്തിൻ്റെ തീപ്പൊരികൾ നമ്മിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ജലം എന്ന് പറയുന്നത്, ജീവജലത്തിൻ്റെ അരിവ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും അവനെ സ്വീകരിക്കുക എന്നുള്ളതാണ്, അവനോട് ഐക്യപ്പെടുക എന്നുള്ളതാണ്. ഈ കുദാശ സ്വീകരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പാപത്തിൻ്റെ തീപ്പൊരികൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ഞാൻ വീണ് പോയിട്ടുണ്ട്, ഒരുപാട് തവണ വീണ് പോയിട്ടുണ്ട്. പക്ഷേ ഓരോ സമയവും ആ വീഴ്ചയിൽ ക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഊർജ്ജമുണ്ട്. അത് നമ്മൾ ശരിക്കും ബൂസ്റ്റ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം. അത് വിശുദ്ധാനിക്ക് പോയിട്ട് എനിക്ക് അവിടെ ഒരുപാട് കടം വന്നു. ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ ഒരു ചിട്ടി വിളിച്ചിട്ടാണ് ഞാൻ ആ കടം മുഴുവൻ വീട്ടിൽ തന്നെ. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കാശ് ചിലവാക്കി വിശുദ്ധാനിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, ഇത്രയും കടം വരുത്തേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ എൻ്റെ ആത്മാവിനെ അത്രയും വില നൽകി, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിന് അത്രയും ജീവൻ നൽകി എന്നുള്ളതാണ്. അത് ഇത്രയും എമൗണ്ടിനേക്കാൾ കൂടുതൽ എനിക്കൊരു വലിയ സന്തോഷം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ ജോൺ മരിയ വിയാനി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, സക്രാരിയാണ് ക്രൈസ്തവരുടെ കൃപയുടെ കലവറ. എത്ര ശരിയാണല്ലേ. സക്രാരിയാണ് ക്രൈസ്തവരുടെ ജീവിതത്തിൻ്റെ കൃപകളുടെ കലവറ. സിൻജോയും ഇത് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ രോഗം വന്ന് ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് പല സാഹചര്യങ്ങളാൽ മൂലം എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. എങ്കിലും സിൻജോയുടെ അതിയായ ആഗ്രഹം കണ്ട ദൈവം അവനത് ഒരു വൈദികനിലൂടെ സാധിച്ചു കൊടുക്കുകയാണ്. എന്നും ഹോസ്പിറ്റലിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ അപ്പൻ അമ്മ അവർക്ക് നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തേക്കാൾ അനന്തമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തും. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്കുള്ള ചില കുറവുകൾ അത് നികത്തപ്പെടും. ഇപ്പോൾ താഴ്ന്നു കൊടുക്കുക, ക്ഷമിക്കുക. ഞാൻ പൊതുവേ ഷോർട്ട് ടെമ്പേർഡ് ഒരാളാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിലൊക്കെയും സംയമനം പാലിക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനൊക്കെ ആയിട്ടും കൃപ ദൈവം നമുക്ക് തരാറുണ്ട്. നമ്മുടെ ചില കുറവുകളൊക്കെ നികത്തപ്പെടാറുണ്ട്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ കുറച്ചാൾ മുൻപ് ഒരു ഹോസ്പിറ്റലിൽ കൈക്കൊരു വേദനയെ ബന്ധപ്പെട്ട് ഒരു ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. കുറേ നാളത്തെ ചികിത്സയും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ പറഞ്ഞു, കിടന്ന് ചികിത്സിച്ചാലാണ് അത് മാറുള്ളൂ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് കിടക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷം, അതിൻ്റെ വലിയൊരു എക്സ്പെക്റ്റേഷൻ, എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോവുക. അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്യാൻ കാരണം, ഒന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സ്പോർട്സ് രംഗത്തുള്ള ആളുകൾ വരുന്നൊരു ഹോസ്പിറ്റലാണ്. ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലാണ്, പക്ഷേ നല്ല ഹോസ്പിറ്റലാണെന്നുള്ളൊരു പേരുണ്ടായിരുന്നു. നല്ല ഡോക്ടറാണ് അവിടുത്തെ ചികിത്സിക്കുന്നത്. ഞാൻ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പള്ളി പോകാനൊക്കെ എളുപ്പത്തിനാണ് ഞാൻ ആ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തത്. ഞാൻ അവിടെ ചെന്നു. ആദ്യ ദിവസം കാലത്ത് കുർബാന കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അഡ്മിറ്റായി. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നത് എനിക്ക് അന്ന് വൈകിട്ടായപ്പോൾ അറിഞ്ഞത് കാലത്ത് 5:45 ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കും. അപ്പോൾ
അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 6-6:15 ആകുമ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു, ഒരു 2-3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പള്ളിയാണ്, അവിടെ പോയി കുർബാന ശരിക്കും തിരിച്ചു വരാം, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ കാലത്താണ് ട്രീറ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഞാൻ ശരിക്കും ആദ്യത്തെ ദിവസം കാലത്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ അവിടെ കായിക രംഗത്തുള്ള ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്ത് നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാം അമ്പലത്തിൽ പോകുന്നു, അവരുടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു, പുറത്തേക്ക് പോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു. അപ്പോൾ ഞാൻ ഒരു ഇത് കൊള്ളാലി പരിപാടി, അതെന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വൈകിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ക്യാൻറ്റീനിൽ പോകാമെന്നുള്ള, ക്യാൻറ്റീൻ തൊട്ട് താഴെയാണ്, ക്യാൻറ്റീനിലേക്ക് പോകാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് തൊട്ടടുത്തുള്ള വേറൊരു പള്ളിയിലേക്ക് വൈകിട്ട് കുർബാനയ്ക്ക്, രാത്രി 7 മണിയുടെ കുർബാനയ്ക്ക് പോയി തിരിച്ചു വന്നു. ഞാൻ എല്ലാ ദിവസവും ഇത് തുടരുമായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ആർക്കും അറിയില്ല ഞാൻ എവിടേക്കാണ് പോകണേ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ബൈക്കിന് യാത്ര ചെയ്യാൻ പറ്റില്ല എനിക്ക് ആ ദിവസങ്ങളിൽ, അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷ വേണം പോകാനായിട്ട്. ദേഹന ഇളകരുന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ എല്ലാ ദിവസവും പോകുന്നു, യാത്ര ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള ബെഡിൽ ചേട്ടൻ കിടക്കുന്നുണ്ട്, ചേട്ടൻ്റെ വൈഫ്. ചേച്ചി എന്നോട് ഒരു ദിവസം ചോദിച്ചു എവിടേക്കാണ് പോകുന്നത്, ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നതാണ്. അവർ പറഞ്ഞു എനിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡിനോട് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾ കുറേ നാളെ കിടപ്പിലാണ്, നീ പോകുമ്പോൾ അവിടെ നിന്ന് പുസ്തകം വാങ്ങിക്കൊണ്ടിരണം, കൊന്ത വാങ്ങിക്കൊണ്ടിരണം. അപ്പോൾ ഞാൻ അവർക്കെല്ലാം വാങ്ങി കൊടുക്കുമായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ ഇതിന് റെഗുലറായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന പോകും, രാത്രി പോകുന്നു. ഞാൻ അപ്പോൾ തന്നെ തിരിച്ച് കുർബാന കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വരുന്നു, അകത്ത് കയറുന്നു. അപ്പോൾ ആളുകൾ വിചാരം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി എന്നാണ് ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവുക. ഞാൻ എപ്പോഴും ഡ്യൂട്ടി നേഴ്സ് വരുമ്പോൾ ഞാൻ ബെഡിലുണ്ടാവും. അങ്ങനെ കുറേ ഒരു 10-14 ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം എനിക്ക് അന്ന് നേഴ്സ് മാറി, ഡ്യൂട്ടി നേഴ്സ് മാറി, പുതിയ ഒരു നേഴ്സാണ് നൈറ്റ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് പോകുന്ന സമയത്തായിരിക്കും നേഴ്സ് വാർഡിലേക്ക് അല്ലെങ്കിൽ റൂമിലോട്ട് വരിക. വന്ന് നോക്കുമ്പോൾ എന്നെ കാണുന്നില്ല. അപ്പോൾ അവരോട് ചോദിക്കും എവിടേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അവൻ താഴെ മരുന്ന് വാങ്ങാൻ പോയേക്കാണ്, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോയേക്കാണെന്നൊക്കെ അവർ സ്ഥിരം പറയാറുണ്ട്. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെന്നോട് ചോദിക്കാൻ തുടങ്ങി, നേഴ്സ് വരുമ്പോൾ രാത്രി ചോദിക്കാറുണ്ട് എവിടെയാണ് പോകണമെന്നുള്ളത്, നേരത്തെ പെട്ടെന്ന് വന്നോ. അപ്പോൾ ഞാൻ മാക്സിമം നേരത്തെ എത്താൻ നോക്കാറുണ്ട്, പക്ഷെ കാണാറില്ല നേഴ്സിനെ. ആ ദിവസങ്ങളിൽ എനിക്ക് ഈ ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് കുളിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും കുളിക്കലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പള്ളിയിൽ പോകുമ്പോൾ ഏറ്റവും പുറകിലാണ് നിൽക്കാറ്. കാരണം ഈ കഷായത്തിൻ്റെയും തൈലത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ സ്മെല്ല് കാരണം ആളുകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി. അപ്പം അന്ന് ഞാനൊരു ദിവസം വിശുദ്ധാനിക്ക് പോയി പള്ളിയുടെ പുറകിൽ ചാരി നിൽക്കുകയാണ്. കാരണം അന്ന് ഒരു പുതിയ തരം കിഴി ചെയ്തിട്ട് എനിക്ക് ശരീരം മൊത്തം വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പള്ളിയിൽ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കുർബാന തുടങ്ങി. അതേ സമയത്ത് എൻ്റെ മുന്നിൽ കൂടെ ഒരു ചേച്ചി, 2 പിള്ളേരൊക്കെ ആയിട്ട് ഒരു ചേച്ചി പെട്ടെന്ന് കടന്നുപോയി. എന്നെ നോക്കി ചിരിച്ചു, ഞാനും ചിരിച്ചു. ഞാൻ ആലോചിച്ചത് ഇവിടെ കണ്ടുപരിചയമുള്ള മുഖമാണല്ലോ, ആരാണ്? പെട്ടെന്ന് എന്നെ തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു ഡിസ്ചാർജ് ചെയ്തോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. തിരിച്ചു പോയി. ഞാൻ ഇങ്ങനെ ആരാണ് എവിടെ ഓർമ്മ? പിന്നെ അത് ഓർമ്മ വന്ന കാലത്ത് ഡോക്ടറെ കൂടെ വന്ന നേഴ്സായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കണ്ടപ്പോൾ എന്നോടൊന്ന് ചോദിച്ചു എന്താ ഇവിടെ വന്നത്? ഒരു മനസ്സിൽ കുർബാനയ്ക്ക് വന്നാന്ന്. ഞാൻ മനസ്സിലായി ദൈവമേ പിടിക്കപ്പെട്ടുള്ളൂ, ഇനിയിപ്പോൾ പ്രശ്നമാവുമല്ലോ, ഇനിയിപ്പോൾ മറ്റേ നേഴ്സിനോട് പോയി പറയും, ആകെ സീനാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ അന്ന് രാത്രിയും ബാക്കിയുള്ള പേഷ്യൻസിനോട് വന്നിട്ട് പറഞ്ഞു ഇന്ന് രാത്രി വന്ന് ചോദിച്ചു നീ എവിടെയാന്ന്. അന്ന് പിറ്റേ ദിവസം കാലത്ത് 5:45 ഈ നേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എല്ലാ ദിവസവും എവിടേക്ക് പോകുന്നത് ഇവിടെ കാണാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട് ഈ പുതിയ നേഴ്സ് വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നല്ല രാത്രി കുർബാനയ്ക്ക് പോയതാന്ന് പറഞ്ഞു. നേഴ്സിന് കുറേ വഴക്ക് പറഞ്ഞു, ഇവിടെ വന്നത് പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ എന്നല്ല, ചികിത്സയ്ക്കല്ല വന്നേക്കണേ, ഇനി മുതൽ ആവർത്തിക്കരുത്. അപ്പോൾ ഞാൻ ഓക്കെ നീ പറഞ്ഞു. ഞാൻ എസ്ഐക്കും പറഞ്ഞു. ഞാൻ വിചാരിച്ചെല്ലാം തീർന്നു എന്ന് വിചാരിച്ചത്. കാലത്ത് വളരെ ശാന്തശീലനായി വരുന്ന ഡോക്ടറാണ്. അന്ന് കാലത്ത് നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എല്ലാ ദിവസവും രാത്രി ഇവിടുന്ന് പുറത്തേക്ക് പോകണമെന്ന് കേൾക്കുന്നുണ്ടല്ലോ, രാത്രി പോയിട്ട് പല സ്ഥലത്തും കറങ്ങാൻ പോകണം, എന്നിട്ട് തിരിച്ചു വരുന്നു, ഇതോട് സമ്മതിക്കില്ല, ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ സിസ്റ്റം ഇല്ല, ഇത് ഇങ്ങനെ തോന്നിയ പോലെ വരാനോ പോകാനുള്ള സ്ഥലമല്ല, നാളെ മുതൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ എന്നേക്കായിട്ട് ഡിസ്മിസ്, ഇനി ഒരിക്കലും ഇവിടെ ട്രീറ്റ്മെൻറ്റ് തരില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്ക് പറയലും ഷൗട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റായതുകൊണ്ട് എനിക്കറിയാം സാറേ ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ഹോസ്പിറ്റലിലെ എല്ലാ ആളുകളും ഇത് അറിഞ്ഞു, ആ ഭാഗത്തുള്ള എല്ലാ ആളുകളും ഇത് കേട്ടു. അവരെന്താ പ്രശ്നം എന്ന് അന്വേഷിക്കാൻ വന്ന അപ്പോൾ ആളുകൾ പറഞ്ഞവൻ പള്ളിയിൽ പോയിട്ടാണ്, കുർബാനയ്ക്ക് പോയതിൻ്റെ പേരിലാണ് അങ്ങനെ പറഞ്ഞ് അന്ന് ആകെ നാണക്കേടായിപ്പോയി ശരിക്കും പറഞ്ഞാൽ, സങ്കടവും വിഷമമൊക്കെ വന്നു. അപ്പോൾ അതിന് ഉച്ചയ്ക്ക് പോയപ്പോൾ നേഴ്സുമാർ വരും, അവരൊന്ന് ചോദിക്കും ഇന്നെന്താ പള്ളിയിൽ പോകുന്നില്ലേ, 7 മണിയാവാറായില്ലേ, ഡ്രസ്സ് മാറുന്നില്ലേ എന്തെങ്കിലും പറഞ്ഞ് അവരെ നമ്മളങ്ങനെ ക്രൂശിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഞാൻ ആ സമയങ്ങളിൽ അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കിയിരുന്നു എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വല്ല മാർഗം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ 1-2 വൈദികർ അച്ഛന്മാരൊക്കെ കണക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ എൻ്റെ സമയം ഞാൻ ഏത് സമയത്താണ് ട്രീറ്റ്മെൻറ്റിന് കയറാൻ എപ്പോഴാണ് ഇറങ്ങാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് അച്ഛൻ ഫ്രീ ആവണമെന്നില്ല, വിശുദ്ധ കുർബാന ചെയ്യാൻ ആ സമയത്ത് പറ്റില്ല. അപ്പോൾ അതാണ് ബുദ്ധിമുട്ടായിരുന്നത്.
അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ കൊച്ചച്ഛനായിരുന്ന ഡേവിഡ് നെറ്റികാടൻ അച്ഛൻ ജീസസ് യൂത്തിലൂടെ വന്ന് അങ്ങനെ വൈദികനായ ആളാണ്. അച്ഛൻ പഠിക്കുന്ന സമയത്ത് ജീസസിലേക്ക് ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. അന്ന് വൈകിട്ട് എനിക്കന്ന് പുറത്തു പോകാൻ പറ്റിയില്ല. അന്ന് വൈകിട്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ വന്നു, വിശുദ്ധ കുർബാന തന്നു, തിരിച്ചു പോയി. പക്ഷേ ആരെയും അധികം ശ്രദ്ധിച്ചില്ല. പക്ഷേ എനിക്കിത് ഈ ദിവസങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യണമല്ലോ. അച്ഛൻ എല്ലാ ദിവസവും വരാൻ പറ്റുമെന്ന് അറിയില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഒരു തരത്തിലും പുറത്തു പോകാൻ പറ്റില്ല. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന നേഴ്സുമാരേക്കും വരും. രാത്രി 7 മണിയാകുമ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് ചോദിക്കും, 7 മണി സിഞ്ചെന്താ പുറത്ത് പോകണില്ലേ, കുർബാനയ്ക്ക് പോകണില്ലേ എന്തെങ്കിലും പറഞ്ഞ് ആളുകളുടെ മുൻപിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവിടെ കിടക്കുന്ന ആൾക്കാർ പോലും എന്നോട് ചോദിക്കുന്നു, എഴുന്നേക്കാൻ പോലും കെൽപ്പില്ലാത്ത ആൾക്കാരാണ്. അവർ ചോദിക്കുന്നു, എന്താ വിശുദ്ധ എനിക്ക് പോകാറായില്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു അപ്പോൾ ഞാൻ ഈ നേഴ്സിനെ കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കും ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ മനസ്സിലിങ്ങനെ പറയും. പക്ഷേ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് കഴിഞ്ഞ് അച്ഛൻ പിറ്റേ ദിവസം അച്ഛൻ വിളിക്കും, കാലത്താകുമ്പോൾ സിഞ്ചെപ്പോഴാണ് നീ ഫ്രീ ആവുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇന്ന സമയത്താണ് ട്രീറ്റ്മെൻറ്റ് വരും. അച്ഛൻ ആ സമയത്ത് വരും. അങ്ങനെ ഇട ദിവസങ്ങളൊക്കെ അച്ഛൻ വരാൻ തുടങ്ങി. ഒരു ദിവസം കാലത്ത് 9 മണിക്ക് അച്ഛൻ വരാണ്. അച്ഛൻ വരുമ്പോൾ അച്ഛൻ ഈ ഹോസ്പിറ്റലിൽ കയറി വരുന്നു, സ്റ്റോള് ഊറാലിട്ട് കയറി വരുന്നു. അവിടെ ഡോക്ടേഴ്സൊക്കെ ട്രീറ്റ്മെൻറ്റ് നിൽക്കുകയാണ്. ഞാൻ ആൾക്കാർ നോക്കുകയാണ്. ഒരു വൈദികൻ ലോഹൊക്കെ ഇട്ട് സ്റ്റോളൊക്കെ ഇട്ട് വരുന്നു, എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാനവിടെ മുട്ടുകുത്തുന്നു. അത് കാലത്താണ്, മറ്റേതാരും കാണാറൊന്നുമില്ല. വരുന്നു, ഞാൻ മുട്ടുകുത്തുന്നു, നാവ് തുറക്കുന്നു, നീട്ടുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അച്ഛനപ്പനെ തിരിച്ചു പോകുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എല്ലാ ദിവസം കാലത്ത് വരാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് സംശയമായി, ഇതെന്താ പരിപാടി? അപ്പോൾ എന്നോട് ഒരാൾ വന്ന് ചോദിക്കാൻ തുടങ്ങി, ഇത് മരിക്കുമ്പോൾ സ്വീകരിക്കുന്ന സംഭവമല്ല, നിന്നെ കണ്ടിട്ട് ചാവാനുള്ളതൊന്നും ആയിട്ടില്ലല്ലോ, മരിക്കാറായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് മരിക്കുമ്പോൾ സ്വീകരിക്കുന്ന കാര്യമല്ല, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും സ്വീകരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് പുറത്ത് പോകാനേ ഇപ്പോൾ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ സ്വീകരിക്കണമെന്നുള്ളൂ. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഇതിന് കാശ് കൊടുക്കേണ്ടി വരുമോ, ഇത് ഫ്രീ ആണോ എന്ന് പറഞ്ഞ് പല ആളുകളും. പക്ഷെ ഞാൻ ഈ അച്ഛനും ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു ഭാഗം എപ്പോഴും ഓർക്കാണ്. ഈ വൈദികൻ ഈശോയും കൊണ്ടുവരണ സമയത്ത് അവിടെ അടിച്ചു വരുന്ന ചേച്ചി ചൂല് മാറ്റി വയ്ക്കുന്നു, ചികിത്സിക്കുന്ന ഡോക്ടർമാർ നോക്കി വയ്ക്കുന്നു, ആളുകൾ കൈക്കുപ്പി നിൽക്കുന്നു. ഈശോനെ കൊണ്ടുവരുമ്പോൾ എന്നെ വഴക്ക് പറഞ്ഞ ആളുകൾ ബാക്കിയുള്ള ആളുകളേക്കും അവിടെ ഈശോയെ കൊണ്ടുവരുന്ന സമയത്ത് ആ വാർഡിലെ ആളുകൾക്ക് എഴുന്നേറ്റ് കുപ്പയോടെ നോക്കിക്കുക. ഞാൻ അവിടെ വളരെ കൂളായി നിന്ന് ഈശോയെ സ്വീകരിക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോയിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭയങ്കര വലിയ എന്തൊന്നുമില്ലാത്തൊരു ആനന്ദം. അത് കഴിയുമ്പോൾ ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, എനിക്ക് കുമ്പസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അച്ഛനൊന്ന് അച്ഛനൊന്ന് പറയൂ, ഞാൻ അങ്ങനെ കുമ്പസാരിച്ചിട്ട് കുറേ നാളായി. അങ്ങനെ ഇത്രയും ജനത്തിന് മുൻപിൽ നമ്മളൊന്ന് നാണക്കേടായി പോയെങ്കിൽ പോലും പക്ഷെ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ വൈദികൻ എനിക്ക് വിശുദ്ധ കുർബാന തരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സാക്ഷ്യമേകാൻ പറ്റിയെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു വ്യക്തിയുമായിട്ട് ആഴമായൊരു സുഹൃത്ബന്ധമൊക്കെ വരുന്നത് ആ വ്യക്തിയുമായി നിരന്തരമായ സമ്പർക്കം ഉണ്ടാകുമ്പോഴാണ്. ഇത്തരത്തിൽ ആദ്യ കുർബാന മുതൽ ചെറുപ്പം മുതൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയെ ഒരുപാട് അനുഭവിച്ചറിയുന്നുണ്ട്, ഒരുപാട് ബന്ധമുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈശോയുമായിട്ടുള്ളൊരു വ്യക്തിബന്ധം സ്ഥാപിച്ച സിഞ്ചുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോടുള്ള ചില ബോധ്യങ്ങൾ, വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ചില ബോധ്യങ്ങൾ നമ്മളുമായിട്ട് ഈ സമയം പങ്കുവയ്ക്കാം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഉള്ളൊരു ബോധ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് മത്തായി 4:4 ഒരു വചനം പറയുന്നുണ്ട്. പ്രലോഭകൻ പിശാച് വന്ന് യേശുവിനോട് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്, കല്ലുകളോട് അപ്പമാകാൻ പറയുന്നത്. പക്ഷേ യേശുവിന് മറുപടി പറയുന്നുണ്ട്, മനുഷ്യപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന എന്നുമുള്ളൊരു ബോധ്യം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിൽ വരുമ്പോൾ ഈശോയുടെ അടുത്ത് ആദ്യമായിട്ട് ഒരു അത്ഭുതം ചെയ്യാൻ പറയുന്നത് പിശാചാണ്. പക്ഷേ അത് കർത്താവ് അവിടെ ഈശോമിശിഹ അവിടെ അത് എന്താ പറയുക നിരസിക്കുകയാണ്. പക്ഷേ ഈശോ ഏറ്റവും അവസാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു അത്ഭുതം ഞാൻ വിശ്വസിക്കുന്നത് ഈശോ അവസാനം അപ്പമായി എന്നുള്ളതാണ്. കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞ് ആ സമയത്ത് അത് നിരസിച്ച കർത്താവ് ജീവിതത്തിൻ്റെ അവസാനം ഈ ലോകത്തിൽ നിന്ന് യാത്രയാണ് സമയത്ത് അവൻ സ്വയം അപ്പമായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വിശുദ്ധ ട്രീസ ഇങ്ങനെ പറയുന്നുണ്ട്, ദിവ്യകാരുണ്യത്തിൽ സജീവവും സത്യവും യഥാർത്ഥവുമായ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ കാണുമ്പോൾ ഈശോ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, ഞാൻ ഈശോയെ കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ എന്തിനു പറയുന്നു. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത ഈശോയെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ കുർബാന അതോടൊപ്പം തന്നെ പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന പങ്കെടുക്കാനുള്ള രീതികൾ, ശൈലികൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ആദ്യം പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കുക, അല്ലെങ്കിൽ എന്താണ് ഫേസ്ബുക്കിൽ വന്നതെന്ന് നോക്കണേക്കാൾ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ആദ്യം വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ചെയ്തതിന് ശേഷം അതിലൂടെ ദൈവനോട് എന്ത് സംസാരിക്കുന്നു അതൊന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്യാനോ ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതാണ് ബേസിക്കലി ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന നഷ്ടപ്പെടുകയാണെങ്കിൽ, പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും?
അപ്രതീക്ഷിതമായിട്ട് ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് 12 ദിവസം ഈ വിഷുവാണ് പങ്കെടുക്കാം. ചിക്കൻ ബോക്സ് വന്നിട്ട് ഞാൻ കിടപ്പിലായിപ്പോയി. ഞാൻ ദുബായിൽ വെച്ചിട്ടായിരുന്നു ചിക്കൻ ബോക്സ് വന്നത്. ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിഷു കുർബാന കൊണ്ടുതരാൻ ആൾക്കാരില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സഹായം ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ ആ ദിവസങ്ങളിലേക്ക് ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ആ ദിവസത്തെ റീഡിങ്സ് അതെന്താണെന്ന് നോക്കുകയും നമ്മുടെ മൊബൈൽ ഫോണിൽ അങ്ങനത്തെ ആപ്പുകളുണ്ട്. ലൗദാത്ത് എന്ന ആപ്പുണ്ട്, ബൈബിളുകളുണ്ട്, പലതരം ബൈബിളുകളുണ്ട്, പല ഭാഷകളിലുള്ളത്. അതുപോലെ നമുക്ക് പല വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്യും, ബിഷപ്പ് റോബർട്ട് ബാരൻ്റെ. അപ്പോൾ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഡെയിലി വായിക്കുന്ന വചനങ്ങളുടെ വിശകലനവും റിഫ്ലക്ഷനൊക്കെ എല്ലാം മെയിലിലൂടെ വരും. ദിവസങ്ങളിലേക്ക് ഞാൻ ആ ദൈവവചനത്തിലൂടെയാണ് കടന്നു വരുന്നത്. അന്നത്തെ വിശുദ്ധ കുർബാനയിൽ ഏത് വചനമാണ് വായിക്കുന്നതെങ്കിൽ ആ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേക്കും എനിക്കിനെ. കാരണം ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്ര ദിവസം ഞാൻ വിശുദ്ധൻ മുടങ്ങേണ്ടി വരുന്നത്. അപ്പോഴാണ് കുർബാന മുടങ്ങുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള വില നമുക്ക് മനസ്സിലാവുക. കണ്ടിന്യൂസ് ആയിട്ടേക്കും വിശുദ്ധൻ മുടങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും, എന്തോ ഒരു എനർജി ഇല്ലാത്തതുപോലെ, ആത്മാവിൻ്റെ ഒരു ദാഹം, വീണ്ടും ദൈവത്തിന് വേണ്ടി ദാഹിക്കാനുള്ളൊരു കൃപ. അത് ഭയങ്കര കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇങ്ങനെയൊക്കെ കടന്നു പോകുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ചില അടുക്കും ചിട്ടയും. കാലത്ത് കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ടാണ് വിശുദ്ധനെ പോകാൻ പറ്റുക നോക്കാറുള്ളത്. അപ്പോൾ കാലത്തെങ്ങാനും പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് പോകും. ചില സമയത്ത് നമുക്ക് മീറ്റിങ്ങും പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യേണ്ടി വരും. ചില സമയങ്ങളിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് ബന്ധമുള്ള അച്ഛന്മാരുടെ അടുത്ത് പോയിട്ട് ഞാൻ വിശുദ്ധ കുർബാന റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അവർ പല വൈദികരും നമ്മുടെ പരിചയവും ബന്ധമുള്ള അച്ഛന്മാരെ അവർ സ്വയമായിട്ട് നമുക്ക് പ്രൈവറ്റ് മാസ് ചെല്ലി തന്നെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി വൈദികരെ കഴിഞ്ഞൊരു ജീവിതയാത്രയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, യുവത്വത്തിൻ്റെ നാളുകളിൽ അങ്ങയെ തിരിച്ചറിഞ്ഞ് അങ്ങയെ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് പേർക്ക് മാതൃകയായി ജീവിക്കുന്ന സിൻജോയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇതുപോലെ ഞങ്ങളുടെ ഈ നാളുകളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അങ്ങയുടെ സ്നേഹം. ഈശോയെ, അങ്ങയുടെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുവാനും ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.